ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. പെൻസിലോ പെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി കുട്ടി സ്റ്റേഷനറീസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പൗച്ച്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 21 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഈക്വൽ 3 പാർട്സായിട്ട് മടക്കി കൊടുക്കുക. മടക്കി നിവർത്തിയ ഭാഗങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം സൈഡിലെ പേപ്പറുകൾ മാത്രം ഈക്വൽ ഹാഫായിട്ട് പുറത്തേക്ക് ഇതേ രീതിയിൽ മടക്കാം. രണ്ട് സൈഡുകളും മടക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ മടക്കിയ ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. നിവർത്തി കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ലൈൻ പോലെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കാം. മുകൾ വശവും താഴ്ഭാഗവും ഒരേ രീതിയിൽ തന്നെ മടക്കി കൊടുക്കാം. ഒരു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മടക്കിയ നിവർത്തിയ ഭാഗങ്ങളെല്ലാം അതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കാം. അപ്പോൾ നമ്മുടെ പൗച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മെക്കാനിസം ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഒരു ബണ്ണി പൗച്ചാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെവി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഏത് കളറാണോ പൗച്ച് എടുത്തിരിക്കുന്നത് അതേ കളർ തന്നെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതേപോലെ ചെവിയുടെ ഷേപ്പ് വരച്ചെടുക്കാം. വരച്ചെടുത്ത് കഴിയുമ്പോൾ സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി അതിന് തൊട്ട് മുകളിലൂടെ നമുക്ക് വൈറ്റ് കളറ് ഔട്ടർ ലൈൻ കിട്ടുന്നത് മാതിരി സിസർ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഭാഗങ്ങൾ ഗം ഉപയോഗിച്ചിട്ട് പൗച്ചിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ച് നമുക്ക് നമ്മുടെ ബണ്ണി പൗച്ച് ക്യൂട്ടാക്കി എടുക്കാം. ക്യുക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള അടിപൊളി കുട്ടി കുട്ടി ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.